തങ്ങന്മാർക്ക് പൈസ കൊടുക്കാൻ മടിയുള്ള ആളുകൾ ഉണ്ടാക്കിയ പുതിയൊരു റിസർച്ചിന്റെ ഭാഗമാണ് ഉമ്മാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്. തങ്ങളൊക്കെ വിളിച്ചാൽ 10,000 കൊടുക്കേണ്ടി വരും. ഉമ്മാകുമ്പോ ഉമ്മാനോടുള്ള സ്നേഹ നാട്ടുകാർ കാണുകയും ചെയ്യുന്ന പൈസ കൊടുക്കണ്ട. ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. ഞാൻ പറയുന്നത് ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. ഉസ്താദ് ആ പറഞ്ഞത് ശരിയാണ്. ഉമ്മാക്കൊരു പ്രത്യേകതയില്ല. പക്ഷെ അത് അവനാൻ്റെ ഉമ്മാക്കല്ല. ഇപ്പം എൻ്റെ ഉമ്മാക്ക് എനിക്ക് പ്രത്യേകത ഉണ്ട്. അതിനി ഉദ്ഘാടനം ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി, എൻ്റെ ഉമ്മ എനിക്ക് സ്പെഷ്യലാണ്, എൻ്റെ ഉപ്പ എനിക്ക് സ്പെഷ്യലാണ്. ഉസ്താദിന് ചിലപ്പോൾ അങ്ങനൊന്നും ഉണ്ടാവില്ല. കാരണം ഈ വസ്ത്രം മാത്രം ധരിച്ചാൽ പോരാ, അതിന് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വേണം. ഈ തങ്ങന്മാർ മാത്രം നെഞ്ഞിലേറ്റിയിട്ട് സ്വന്തം ഉമ്മാനെ ഒന്നുപാടി വരുന്നുണ്ടല്ലോ, അത് ഞാനാണ്ട് മറന്നു. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സ്വർഗം ഓർത്തു, തങ്ങന്മാരെ കാലടിപ്പാടിലാണ് സ്വർഗം എന്നൊന്നും ഇസ്ലാമിൽ പറഞ്ഞിരിക്കണോ? അല്ല, അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം. ഞാൻ തങ്ങന്മാരെ കുറ്റം പറയുന്നല്ല, പക്ഷെ ഉമ്മാനെ തള്ളി പറഞ്ഞ രീതിയിലല്ലേ ഇപ്പോൾ പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഫീൽ ആയിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഉണ്ടപ്പോൾ. പുസ്തകം പറഞ്ഞു കേട്ടപ്പോൾ അങ്ങനെ ഫീൽ ആയിട്ടുള്ളത്. നമ്മൾ ഉമ്മക്ക് ഒരു സ്പെഷ്യലും ഇല്ല, നമ്മൾ ഉമ്മ സാധാരണ സ്ത്രീമാരി ഉസ്താദിനെ കാരം. പക്ഷെ നമുക്ക് അങ്ങനെയല്ല കേട്ടാ. തങ്ങന്മാർ ഉദ്ഘാടനം ചെയ്ത പോലെ തങ്ങന്മാർ തറക്കല്ലൊക്കെ ഇട്ട് എത്ര സ്ഥാപനങ്ങൾ എത്ര വീടുകളൊക്കെ നിലനിൽക്കണേ. എന്താ ബാക്കിയുള്ളവർ ഇത് ചെയ്തിട്ട് നിലനിൽക്കണില്ലേ? പിന്നെ പഠിച്ചോ വർക്കത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉമ്മ ഉദ്ഘാടനം ചെയ്താലെന്ത്, തങ്ങന്മാർ ഉദ്ഘാടനം ചെയ്താലെന്ത്, ആര് ഉദ്ഘാടനം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന് ബർക്കത്തുണ്ടോ? തെറ്റാണ്. എല്ലാ ഹയറേക്കാരും അല്ലാണ്ട് അതിന് തങ്ങന്മാരിന് ഉദ്ഘാടനം ചെയ്യണമെന്ന് ഏത് ഹദീസിലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ.